സംസ്ഥാനത്തെമ്പാടും സ്കൂളുകൾ ജൂൺ 2-ന് തുറന്നെങ്കിലും കുട്ടനാട്ടിലെ വിദ്യാലയങ്ങളിൽ തിങ്കളാഴ്ചയാണ് പ്രവേശനോത്സവം നടന്നത്. കനത്ത മഴ മൂലം ചില സ്കൂളുകൾ വെള്ളക്കെട്ടിൽ ആവുകയും ചിലയിടങ്ങളിൽ ക്യാമ്പുകൾ പ്രവർത്തിക്കുകയും ചെയ്തതോടെയാണ് പ്രവേശനോത്സവം മാറ്റിവെച്ചത്. വെള്ളപ്പൊക്കത്തെ തുടർന്ന് സ്കൂളുകൾ തുറക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നതിനാൽ കുട്ടനാട്ടിൽ ജൂൺ 9 തിങ്കളാഴ്ചയായിരുന്നു പ്രവേശനോത്സവം. കുട്ടനാട്ടിലെ ഒട്ടുമിക്ക സ്കൂളുകളിലും തിങ്കളാഴ്ച കുഞ്ഞു കുരുന്നുകൾ അക്ഷരമുറ്റത്തേക്ക് കാലെടുത്തു വെച്ചു. കിഴക്കേ മിത്രക്കരി LP സ്കൂളിലേക്കുള്ള വഴിയിൽ ഇപ്പോഴും വെള്ളമായതിനാൽ മാതാപിതാക്കൾ പല കുട്ടികളെയും എടുത്തുകൊണ്ടാണ് സ്കൂളിലെത്തിയത്. ആദ്യമായി സ്കൂളിലെത്തിയ ചിലർ കരഞ്ഞു. മറ്റു ചിലർ ഒരാഴ്ചയായി സ്കൂൾ തുറക്കാത്തതിന്റെ പരിഭവം പറഞ്ഞു. ഇനിയും വെള്ളപ്പൊക്കം എന്നാണ് വരികയെന്നായിരുന്നു ചിലരുടെ ചോദ്യം. കാത്തുകാത്തിരുന്ന് സ്കൂൾ തുറന്നതിലുള്ള സന്തോഷം പങ്കുവയ്ക്കുകയാണ് ദേവികയും ദേവനന്ദയും. വെള്ളപ്പൊക്കം കാരണം ഒരാഴ്ച സ്കൂൾ അടച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ സ്കൂൾ തുറന്നതിനാൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ടീച്ചർമാരെയും കൂട്ടുകാരെയും കണ്ടതിനാൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. വെള്ളപ്പൊക്കം കാരണം സ്കൂളിൽ വരാൻ പറ്റത്തില്ലായിരുന്നു. സ്കൂളിൽ വന്നതിനാൽ സന്തോഷമുണ്ട്. എല്ലാ സ്കൂളുകളിലും ആഘോഷത്തോടെയാണ് കുഞ്ഞു നവാഗതരെ സ്വീകരിച്ചത്. വെള്ളപ്പൊക്ക ദുരിതം കാരണം തലവടി ഗവൺമെന്റ് ഹൈസ്കൂൾ, AD UP സ്കൂൾ എന്നിവ ക്യാമ്പുകളായി പ്രവർത്തിക്കുകയും TMT ഹൈസ്കൂൾ, ഗവൺമെന്റ് മോഡൽ UP സ്കൂൾ, മണലേൽ സ്കൂൾ, ചൂട്ടുമാലി സ്കൂൾ എന്നിവ വെള്ളക്കെട്ടിലാവുകയും ചെയ്യുന്നതിനെ തുടർന്നാണ് തലവടിയിൽ സ്കൂൾ തുറക്കുന്നത് നീട്ടിവെച്ചത്. സംസ്ഥാനത്ത് പ്രവേശനോത്സവം നടന്ന ആഴ്ചയൊന്ന് പിന്നിട്ടപ്പോഴേക്കും കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കക്കെടുതികൾ ഒഴിയുകയും വെള്ളം താഴ്ന്ന ആളുകൾ തിരികെ വീട്ടിലേക്ക് പോയതോടെ ക്യാമ്പുകൾ പിരിച്ചുവിടുകയും ചെയ്തു. വെള്ളം കയറിയ വിദ്യാലയങ്ങൾ ശനിയാഴ്ചയും ഞായറാഴ്ചയും അധ്യാപകരുടെയും രക്ഷാകർത്താക്കളുടെയും നാട്ടുകാരുടെയും പ്രയത്നത്തിൽ വൃത്തിയാക്കിയിരുന്നു. തലവടി ഗ്രാമപഞ്ചായത്ത് തല പ്രവേശനോത്സവം ആനപ്രമ്പാൽ ന്യൂ LP സ്കൂളിൽ നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗായത്രി B. നായർ ഉദ്ഘാടനം നിർവഹിച്ചു. കഴിവുകളെയൊക്കെ തിരിച്ചറിയുന്നത് യഥാർത്ഥത്തിൽ രക്ഷകർത്താക്കളെക്കാൾ അധ്യാപകർ തന്നെയാണ്. അധ്യാപകർ അത്തരം കഴിവുകൾ മനസ്സിലാക്കി അവർക്ക് വേണ്ട പ്രോത്സാഹനങ്ങളൊക്കെ കൊടുക്കും. അതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ തലവടി സബ് ജില്ലയിലെ 2 സ്കൂളുകളിലെ 2 കുട്ടികൾക്ക് മാത്രമാണ് LSS ലഭിച്ചത്. അതിലെ ഒരു സ്കൂൾ ഈ ആനപ്രമ്പാൽ LP സ്കൂൾ ആണെന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനകരമാണ്. ആ ഒരു അഭിമാന നേട്ടത്തിൽ ഞങ്ങൾ ഗ്രാമപഞ്ചായത്തിന്റെ എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ സുജി സന്തോഷ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് കുമാർ പിഷാരത്ത് മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് അംഗം അരുൺ P. ജേക്കബ്, ഹെഡ്മിസ്ട്രസ് ദീപ നായിക് എന്നിവർ സംസാരിച്ചു. കൈനകരി കുട്ടമംഗലം ഗവൺമെന്റ് LP സ്കൂളിൽ വർണ്ണാഭമായ ചടങ്ങുകളോടെയായിരുന്നു പ്രവേശനോത്സവം. ബലൂണുകൾ, സമ്മാനങ്ങൾ, മധുരം എന്നിവ നൽകിയാണ് കുട്ടികളെ ക്ലാസ് മുറികളിലേക്ക് പ്രവേശിപ്പിച്ചത്. പുതുതായി 44 കുട്ടികൾ ഈ അധ്യയന വർഷം സ്കൂളിൽ പ്രവേശനം നേടി. കൈനഗിരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MC പ്രസാദ് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. ആദ്യമായി 24 കുട്ടികളാണ് 1ാം ക്ലാസ്സിലേക്ക് വന്നിട്ടുള്ളത്. 16 കുട്ടികൾ പ്രീ പ്രൈമറിയിലേക്ക് വന്നിട്ടുണ്ട്. അല്ലേ? 4ാം ക്ലാസ്സിലെ 41 കുട്ടികൾ, അപ്പോൾ 44 കുട്ടികൾ നമ്മുടെ സ്കൂളിലേക്ക് ആദ്യമായി സ്കൂൾ അങ്കണത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ആ കുഞ്ഞനിയന്മാരെയും അനിയത്തിമാരെയും നമുക്ക് നല്ല കയ്യടി കൊടുത്ത് സ്കൂളിലേക്ക്. PTA പ്രസിഡന്റ് BK വിനോദ്, പ്രധാനാധ്യാപിക സീന സ്റ്റീഫൻ, CRC കോർഡിനേറ്റർ അശ്വതി, അധ്യാപകരായ സ്നുഷ KS, ടിൻഡുമോൾ, ഹരിത, ആഷ മോൾ, നിഷ, രാധിക എന്നിവർ സംസാരിച്ചു. കണ്ടങ്കരി ദേവിവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രവേശനോത്സവം ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TG ജലജകുമാരി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ PTA പ്രസിഡന്റ് P. സഞ്ജോയ് അധ്യക്ഷത വഹിച്ചു. കണ്ടങ്കരിക്കാവ് ദേവസ്വം പ്രസിഡന്റ് ഡാൽജി കുമാർ പഠനോപകരണ വിതരണം ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ R. തുളസീദാസ്, BPC രാജേഷ് വിജയൻ, പ്രിൻസിപ്പൽ ഇൻചാർജ് S. ശബരീഷ്, ഹെഡ്മിസ്ട്രസ് N. അനിതാംബിക,
സ്റ്റാഫ് സെക്രട്ടറി ജി അരവിന്ദ്, പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധി ജി സന്തോഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത് പുന്നക്കുന്നത്തുശ്ശേരിയിലെ മേരി മാത LP സ്കൂളിൽ കുട്ടികളുടെ വിവിധ കലാപരിപാടികളോടെയാണ് പ്രവേശനോത്സവം നടത്തിയത്. ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ ബെന്നി വർഗീസ് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ PTA പ്രസിഡന്റ് ജിസ് ദേവസ്യ പടിയറ അധ്യക്ഷത വഹിച്ചു. മദർ സുപ്പീരിയർ സിസ്റ്റർ ടെസി ആലഞ്ചേരി സന്ദേശം നൽകി. ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ റോസ്മരിയ കൊടിയന്തറ, സിസ്റ്റർ ലിൻസ ചെങ്ങരശ്ശേരി എന്നിവർ സംസാരിച്ചു. പൂർവ്വ വിദ്യാർത്ഥികൾ സ്പോൺസർ ചെയ്ത പഠനോപകരണങ്ങൾ കുട്ടികൾക്ക് വിതരണം ചെയ്തു.